നവരാത്രിൻ്റെ സെക്കൻഡ് ഡേ ബ്രഹ്മചാരിണി ദേവീനെ ഡിനോട്ട് ചെയ്യണം. ബ്രഹ്മചാരിണി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിമാരുടെ ലൈഫിലെ ഒരു ഫേസാണ്. അതായത് പാർവതിമാർക്ക് ശിവജീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ശിവജി റിയാലിറ്റിയായി ഡിസ്കണക്റ്റായി സതീദേവിയുടെ ദുഃഖത്തിൽ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ശിവജീനെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാർവതിമാ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. പാർവതിമാ ശിവജീൻ്റെ ലൈഫ് സ്റ്റൈൽ ആക്സെപ്റ്റ് ചെയ്തു. അതായത് വൈരാഗി ലൈഫ്, തപസ്, അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ഒരു യൂണിയൻ, അതായത് പാർവതിമാവും ശിവജിയും കല്യാണം കഴിക്കുന്നതിന് ദേവന്മാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം താരകാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരന് കിട്ടിയ വര എന്തായിരുന്നു? ശിവജീൻ്റെ മകന് മാത്രമേ താരകാസുരനെ കൊല്ലാൻ പറ്റുന്നു. അപ്പം അത് സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെന്ത് ചെയ്തു? കാമദേവ്, അതായത് നമ്മളെ നാട്ടിൽ ഇപ്പോഴത്തെ കാലം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂപിഡ്, ലസ്റ്റിൻ്റെ ഗോഡിനോട് ശിവജിയിൽ പാർവതിമാരോട് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. കാമദേവ് എന്ത് ചെയ്തു? ശിവജീനെ നോക്കിയിട്ട് ആരോ വിട്ടു. ആരോ വരുന്നത് കണ്ടിട്ട് ശിവജി എന്ത് ചെയ്തു? തേർഡായി തുറന്ന് കാമദേവിനെ ഭസ്മമാക്കി. ഇതൊന്നും അറിയാതെ പാർവതിമാർ തപസ് ചെയ്യായിരുന്നു. അപ്പോൾ പാർവതിമാൻ്റെ ഈ തപസ് ഇതാക്കാൻ വേണ്ടിയിട്ട് ശിവജി വേറെ ഡിസ്ഗൈസിൽ വന്നു. ഒരു ബെഗറിൻ്റെ ഫോമിൽ വന്നിട്ട് പറഞ്ഞു, എന്തിനായി ശിവജീനെ ഇങ്ങനെ ഇതാക്കുന്ന? ശിവജീൻ്റെ പേഴ്സണാലിറ്റീനെ കുറ്റം പറഞ്ഞു, അങ്ങനെ ശിവജീൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറ്റം പറഞ്ഞു. പക്ഷെ പാർവതിമാ എന്തിട്ടും ശിവജീനോടുള്ള ഇഷ്ടം വിട്ടിട്ടില്ല. പറയുന്നത് തപസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ പ്രകടാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ 1,000,000 അസുരന്മാരെ കൂട്ടിയിട്ട് പാർവതിമാനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. പാർവതിമാ ഡിഫെൻഡ് ചെയ്യേണ്ട സ്റ്റേജിലായിരുന്നില്ല, കാരണം അങ്ങേയറ്റുള്ള തപസ്സിലായിരുന്നു. അപ്പോൾ ലക്ഷ്മിജിയും സരസ്വതിമാവും പാർവതിമാനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്ന് യുദ്ധം ചെയ്തു. പക്ഷെ അവർക്ക് യുദ്ധം ചെയ്ത് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് പാർവതിമാൻ്റെ കുഞ്ഞി കലശം ഉണ്ടാവില്ലേ, ഈ തപസ് ആൾക്കാരെടുത്ത് കൊണ്ടുപോകല്ലോ, അത് മറിഞ്ഞ് അതിൻ്റെ അകത്തുള്ള വെള്ളം കൊണ്ട് ഫ്ലഡ് വന്ന് കുറേ അസുരന്മാർ അങ്ങനെ പോയി. പിന്നെ ലാസ്റ്റ് പാർവതിമാ കണ്ണ് തുറന്നിട്ട് പാർവതിമാൻ്റെ കണ്ണിൽ നിന്ന് വന്ന ഫയറിനെ കൊണ്ട് എല്ലാവരെയും ഭസ്മമാക്കി എന്ന് പറഞ്ഞു. ഇത് കണ്ട് എല്ലാവരും ഇംപ്രസ്സായി. പക്ഷെ ശിവജി ഇംപ്രസ് ആയിട്ടില്ല. ശിവജി പിന്നെയും വേറെ വേഷത്തിൽ വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. പാർവതിമാ എല്ലാത്തിനും ആൻസർ പറഞ്ഞു. അങ്ങനെ റിയലൈസ് ചെയ്ത്, അതായത് ശിവജിനോടുള്ള സ്നേഹം റിയലൈസ് ചെയ്ത് ശിവജി പാർവതിമാനെ പ്രപ്പോസ് ചെയ്തു. അങ്ങനെയാണ് ശിവജീനെ പാർവതിമാ വിന്ന് ചെയ്തത്. ഈ ഒരു ലൈഫിന്, അതായത് ഈ ഒരു തപസ് ചെയ്ത് ഈ ഒരു ഫേസിന് ബ്രഹ്മചാരിണി ദേവി എന്ന് പറയും.